നമസ്കാരം. സൈന്യത്തിന് യുദ്ധ സാഹചര്യങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാൻ കഴിയുന്ന റോക്കറ്റ് വികസിപ്പിച്ചെടുക്കുവാനുള്ള പ്രോജക്റ്റ് വേദ വിജയകരമായി ഭാരതം പൂർത്തിയാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതീവ രഹസ്യമായ പദ്ധതിയായാണ് പ്രോജക്റ്റ് വേദ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന സാങ്കേതിക നേട്ടമായിരുന്നു ഇത്. എന്നാൽ ഇതേക്കുറിച്ച് സൈന്യമോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ യാതൊരു പ്രതികരണവും പുറത്തുവിട്ടിട്ടില്ല. ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമ്രത്തിൽ അതീവ രഹസ്യമായി നടന്നുവന്ന ഈ പദ്ധതി ബഹിരാകാശ യുദ്ധമുഖത്ത് ഭാരതത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ബഹിരാകാശത്തെ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾക്ക് നേരെ ശത്രു രാജ്യങ്ങൾ ആക്രമണം നടത്തിയാൽ അത് ഉടനടി പുനഃസ്ഥാപിക്കുവാൻ ഭാരതത്തിന് സ്വന്തമായി ഒരു വേഗമേറിയ വിക്ഷേപണ സംവിധാനം ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് വേദയുടെ ജനനത്തിന് പിന്നിലെ പ്രധാന കാരണം. വാർത്താവിനിമയം, GPS, ശത്രുപാളയങ്ങളിൽ നിരീക്ഷണം നടത്തൽ എന്നിവ ഈ ഉപഗ്രഹങ്ങളിലൂടെയാണ് സാധ്യമാവുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ സാങ്കേതിക വിദ്യയുടെയും ബഹിരാകാശ വിജ്ഞാനത്തിൻ്റെയും സമന്വയമാണ് ഈ പദ്ധതി. നിലവിൽ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാനാവുന്ന 3500 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള K4 ബാലിസ്റ്റിക് മിസൈലുകളുടെ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ റോക്കറ്റിന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിക്ഷേപണത്തിന് സജ്ജമാകുവാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. സാധാരണഗതിയിൽ ഒരു ഉപഗ്രഹ വിക്ഷേപണത്തിന് മാസങ്ങളുടെ തയ്യാറെടുപ്പ് ആവശ്യമാണെങ്കിൽ യുദ്ധസമയങ്ങളിൽ വെറും 72 മണിക്കൂറിനുള്ളിൽ വിക്ഷേപണം നടത്തുവാൻ വേദയ്ക്ക് സാധിക്കും. ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ സ്റ്റാൻഡേർഡ് മിസൈൽ കാനിസ്റ്ററുകളിൽ സൂക്ഷിക്കാമെന്നതും എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്നതും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും. ഈ പ്രതിരോധ റോക്കറ്റിൻ്റെ ശേഷി അത്ഭുതപ്പെടുത്തുന്നതാണ്. ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഏകദേശം 2000 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ എത്തിക്കുവാൻ ഇതിന് കഴിയും. കൂടാതെ ചാര ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്ന സൺ സിൻക്രൺസ് ഭ്രമണപഥത്തിലേക്ക് 2000 കിലോഗ്രാം വരെയുള്ള പേലോഡുകൾ എത്തിക്കുവാനും വേദയ്ക്ക് സാധിക്കും. കാർട്ടോസാറ്റ് പോലെയുള്ള അത്യാധുനിക ഇമേജിംഗ് ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം ചെറിയ റഡാർ ഉപഗ്രഹങ്ങളോ ഒരേ സമയം ബഹിരാകാശത്ത് എത്തിക്കുവാൻ ഈ കരുത്ത് മതിയാകും. വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹവേദ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ബഹിരാകാശ ആസ്തികൾ തകർക്കപ്പെട്ടാൽ ഈ സംവിധാനം വഴി തൽക്ഷണം പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് നിരീക്ഷണം പുനഃസ്ഥാപിക്കുവാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കുമെന്നത് യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകും. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ഈ പദ്ധതിക്കായി സ്വീകരിച്ചിരിക്കുന്ന മാർഗം തികച്ചും പ്രായോഗികമാണ്. K4 മിസൈലുകളുടെ മോട്ടോറുകളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നതിലൂടെ വർഷങ്ങളോളം നീളുന്ന അടിസ്ഥാന പരീക്ഷണങ്ങൾ ഒഴിവാക്കുവാൻ അവർക്ക് സാധിച്ചു. K4 മിസൈലിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ നേരിട്ട് വേദയിൽ ഉപയോഗിക്കുമ്പോൾ 3ആം ഘട്ടം കൂടുതൽ ഇന്ധനം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ വിപുലീകരിച്ചിരിക്കുകയാണ്. സമുദ്രത്തിനടിയിൽ അത്യന്തം അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയെ ബഹിരാകാശ വിക്ഷേപണത്തിനായി മാറ്റിയെടുക്കുക വഴി വിശ്വാസ്യതയും വേഗതയും ഒരുപോലെ ഉറപ്പാക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞു. GPS സിഗ്നലുകൾ ജാം ചെയ്യപ്പെട്ടാലും കൃത്യമായി ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുന്ന ഇന്റീരിയർ നാവിഗേഷൻ സംവിധാനവും വേദയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ നിശ്ചിത വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും കാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ജനവാസമില്ലാത്ത മറ്റു പ്രദേശങ്ങളിൽ നിന്നോ മൊബൈൽ ലോഞ്ചറുകൾ വഴി വേദ വിക്ഷേപിക്കുവാൻ സാധിക്കും. ഇത് ശത്രു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങൾക്ക് വേദയുടെ വിക്ഷേപണ സ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നത് അസാധ്യമാക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ അപൂർവ രാജ്യങ്ങളുടെ കൈവശം മാത്രമേ ബഹിരാകാശത്തുള്ള ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തെ തകർത്തിടാൻ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങളുള്ളൂ. ഇതിനെ ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ എന്നാണ് വിളിക്കുന്നത്. പ്രോജക്റ്റ് വേദയിലൂടെ ഇന്ത്യ ഈ ആൻറ്റി സാറ്റലൈറ്റ് മിസൈലും വികസിപ്പിച്ചതായി രഹസ്യ റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ സൈന്യമോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുവരെ സൈനികാവശ്യത്തിനുള്ള ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുവാൻ ഇന്ത്യൻ സേന ISROയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ സൈന്യത്തിന് തന്നെ പ്രോജക്റ്റ് വേദ പ്രകാരം തയ്യാറാക്കിയ കരുത്തുറ്റ മിസൈൽ ഉപയോഗിച്ച് സൈനികാവശ്യത്തിനുള്ള ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എളുപ്പത്തിൽ അയക്കുവാൻ സാധിക്കും. സാധാരണ ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ സംവിധാനം ഉപയോഗിച്ച് ഒരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കുക എന്നത് ധാരാളം സമയമെടുക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ പ്രോജക്റ്റ് വേദയിൽ തയ്യാറാക്കിയ റോക്കറ്റ് ഉപയോഗിച്ച് ക്ഷണനേരം കൊണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കാനാകും. ഒരു യുദ്ധ എമർജൻസി സാഹചര്യത്തിൽ ഉപയോഗിക്കാനാണ് ഈ ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ്. അങ്ങേയറ്റം രഹസ്യ സ്വഭാവം പുലർത്തുന്ന ഈ പ്രോജക്റ്റിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ബജറ്റിൽ പോലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നില്ല. ഗോദ്രേജ് എയ്റോസ്പേസ്, വാൾചന്ദ് നഗർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഏതാനും വ്യവസായ പങ്കാളികൾ മാത്രമാണ് DRDOയ്ക്കൊപ്പം ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത്. ബഹിരാകാശ യുദ്ധം എന്നത്
ഒരു യാഥാർത്ഥ്യമായി മാറുന്ന വർത്തമാനകാലത്ത് ശത്രുവിൻ്റെ കണ്ണുകളെ അന്ധമാക്കുവാനും സ്വന്തം കാഴ്ചശക്തി വീണ്ടെടുക്കുവാനുമുള്ള ഭാരതത്തിൻ്റെ വജ്രായുധമായിരിക്കും പ്രോജക്റ്റ് വേദ. ഇത് കേവലം ഒരു റോക്കറ്റ് മാത്രമല്ല, മറിച്ച് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ അജയ്യത പ്രഖ്യാപിക്കുന്ന ഒരു കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.